നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നേ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വർക്കൗട്ട് ആണ്. 2022 നടന്ന പോലീസ് കോൺസ്റ്റബിൾ കമാൻഡോ വിംഗ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ IRB പോലീസ് കോൺസ്റ്റബിളിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ 2022 നടന്ന പരീക്ഷയുടെ റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ ആണ്. അപ്പൊ നമ്മുടെ 10th മെയിൻസ് പരീക്ഷയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് നല്ലോണം നോക്കിയിട്ട് പോവാ. എന്നെ പേഴ്സണലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്. നിങ്ങളെയും ഹെൽപ്പ് ചെയ്യും. ആ ഒരു രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ അതിന് നമ്മൾ ഇരിക്കണം. നമ്മുടെ പോർഷൻസ് മാത്രം പഠിക്കാതെ ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇരിക്കണം. മനസ്സ് ഇരുത്തി ഒന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല, ക്ലാസ്സിലേക്ക് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവണേ. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മലയാളം മിഷൻ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ്? മലയാളം മിഷന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. ഈ മലയാളം മിഷനില്ലേ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന 2009 ഒക്ടോബർ മാസം 22. 2009 ഒക്ടോബർ മാസം 22 മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മലയാളം മിഷന്റെ മുഖമാസിക എന്ന് പറയുന്നത് ഭൂമി മലയാളം എന്നുള്ളതാണ്. മലയാളം മിഷന്റെ മുഖമാസിക ഏതാ? ഭൂമി മലയാളം. ഇനി മലയാളം മിഷന്റെ അധ്യക്ഷൻ ആരാണ്? കേരള മുഖ്യമന്ത്രിയാണ് മലയാളം മിഷന്റെ അധ്യക്ഷൻ. മലയാളം മിഷന്റെ വെബ് മാഗസീന്റെ പേരെന്തുവാ? പൂക്കാലം. ഒന്നുകൂടെ പറയാം. 2009 ഒക്ടോബർ 22 മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മലയാളം മിഷന്റെ അധ്യക്ഷൻ കേരള മുഖ്യമന്ത്രിയാണ്. മലയാളം മിഷന്റെ മുഖമാസിക ഏതാ? ഭൂമി മലയാളം. മലയാളം മിഷന്റെ വെബ് മാഗസീന്റെ പേരാണ് പൂക്കാലം. ഈ മലയാളം മിഷൻ ഇല്ലേ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഏത് വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി മലയാളം മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പുരസ്കാരമുണ്ട്. ആ പുരസ്കാരത്തിന്റെ പേരാണ് മലയാള ഭാഷാ പ്രതിഭാ പുരസ്കാരം. മലയാള ഭാഷാ പ്രതിഭാ പുരസ്കാരം എന്നത് മലയാളം മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പുരസ്കാരമാണ്. എന്തിനു വേണ്ടിയിട്ടാ? ആധുനിക സാങ്കേതിക വിദ്യയ്ക്കൊപ്പം സഞ്ചരിക്കാൻ മലയാള ഭാഷയെ സജ്ജമാക്കുന്നതിൽ പ്രകടിപ്പിക്കുന്ന മികവിന് മലയാളം മിഷൻ ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണ് മലയാള ഭാഷാ പ്രതിഭാ പുരസ്കാരം. ഓർത്തിരിക്കാം. 2. കെ ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന്? കെ ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് 2020-21 കാലഘട്ടത്തിലാണ്. 2020-21 കാലഘട്ടത്തിലാണ് കെ ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. കെ ഫോൺ എന്നുള്ളതിന്റെ പൂർണ്ണരൂപം എന്താ? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നതാണ് കെ ഫോണിന്റെ പൂർണ്ണരൂപം. KSEBയും കേരള IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. KSEBയും സംസ്ഥാന IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ചേർന്ന് കെ ഫോൺ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻറ്റയർ സ്റ്റേറ്റിലേക്ക് ഹൈസ്പീഡ് ഇന്റർനെറ്റ് ആക്സസ് ലഭ്യമാക്കുക എന്നുള്ളതാണ് കെ ഫോണിന്റെ ലക്ഷ്യം. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല ഏത്? പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല ആലപ്പുഴ ജില്ലയാണ്. പാലക്കാട്, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിലൂടെയൊക്കെ പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട്. ഈ പശ്ചിമഘട്ട പരിസ്ഥിതി വിജ്ഞാന സമിതി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തെ പറ്റി പഠിക്കാൻ നിയമിതമായ കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി നീളം എത്രയാണ്? 1600 കിലോമീറ്റർ. 1600 കിലോമീറ്റർ. ഈ പശ്ചിമഘട്ടം ഇല്ലേ 6 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെ? കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. സൈഡ് പിടിച്ചങ്ങ് മുകളിലോട്ട് പോയാൽ മതി. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ 6 സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. ഈ പശ്ചിമഘട്ടമേ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷം എന്ന
2012 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയത്. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആനമുടിയുടെ ഉയരം എത്രയാ? 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. 2695 മീറ്റർ. ഇനി പശ്ചിമഘട്ടമേ ഈ മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരെന്തുവാണ്? സഹ്യാദ്രി. സഹ്യാദ്രി എന്ന പേരിലാണ് മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ പശ്ചിമഘട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നീലഗിരി മല. നീലഗിരി മല എന്ന പേരിലാണ് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത്. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാ? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. ഇനി കുറച്ച് വർഷങ്ങൾ പറയാം, അതൊന്ന് ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുണ്ട്. 2009 ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ നിയമിച്ചത്. ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏതാ? 2011. 2011 മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. 2012 ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി പശ്ചിമഘട്ടം. 2011 റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇനി കസ്തൂരി രംഗൻ എന്ന് പറയുന്ന കമ്മിറ്റിയുണ്ട്. ഈ കസ്തൂരി രംഗൻ കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടില്ലേ, ഈ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തന്നെ നിയമിച്ച മറ്റൊരു കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. പിന്നെ ഈ കസ്തൂരി രംഗൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കുവാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, കേരള സംസ്ഥാന ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയമിച്ചു. അത് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ്. ഡോക്ടർ ഉമ്മൻ വി ഉമ്മന്റെ നേതൃത്വത്തിലുള്ളൊരു കമ്മിറ്റിയാണ് നിയമിച്ചത്, ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടി. അടുത്ത ചോദ്യം നോക്കാം. റിപ്പോ നിരക്ക് എന്നാൽ എന്ത്? റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്നും ഈടാക്കുന്ന പലിശയ്ക്കാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക്. അങ്ങനെയെങ്കിൽ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്താ? തിരിച്ച്. റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്നും സ്വീകരിക്കുന്ന വായ്പകൾക്ക് നൽകുന്ന പലിശ. അപ്പോൾ റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്നും ഈടാക്കുന്ന പലിശ. റിവേഴ്സ് റിപ്പോ എന്ന് പറയുമ്പം റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്നും സ്വീകരിക്കുന്ന വായ്പകൾക്ക് തിരിച്ച് അവർക്ക് കൊടുക്കുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ. ഇനി റിസർവ് ബാങ്കിന്റെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ്? പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുധാ ബാലകൃഷ്ണനാണ്. സുധാ ബാലകൃഷ്ണൻ. അടുത്ത ചോദ്യം. കേരളിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി ഏത്? ജിക്കയാണ്. JICA. ജിക്ക എന്ന് വെച്ചാൽ ജപ്പാൻ ഇന്റർനാഷണൽ കോ ഓപ്പറേറ്റീവ് ഏജൻസി. ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസിയാണ് ജിക്ക. അപ്പൊ കേരളിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസിയാണ് ജിക്ക. ഇനി കേരയിൽ, അതായത് സിൽവർ ലൈൻ പദ്ധതി, സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയായ സിൽവർ ലൈനിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കമ്പനിയാണ് കേരയിൽ. അപ്പൊ കേരയിൽ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയായ സിൽവർ ലൈനിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കമ്പനിയാണ് ഏത്? കേരയിൽ. ഇനി കേരയിലിന്റെ മെയിൻ്റനൻസ് ഡിപ്പോ, കേരളിന്റെ മെയിൻ്റനൻസ് ഡിപ്പോ അതായത് വർക്ക്ഷോപ്പ് സ്ഥാപിതമാകുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. ഈ മെയിൻ്റനൻസ് ഡിപ്പോയുടെ ഇൻസ്പെക്ഷൻ വിഭാഗം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല. ആറാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ് മാജുലി ദ്വീപാണ്. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര അസം സംസ്ഥാനം. ബ്രഹ്മപുത്ര അസം സംസ്ഥാനം. ഏഴാമത്തെ ചോദ്യം. 3 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബംഗാളാണ്. പശ്ചിമ ബംഗാളാണ് 3 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. അപ്പൊ ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഇനി രാജസ്ഥാന്റെ പ്രത്യേകത എന്താ? അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. രാജ്യാന്തര അതിർത്തി, ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇനി അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്.
രാജസ്ഥാൻ. അപ്പോൾ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാ? സിക്കിമാണ്. സിക്കിമാണ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളെങ്കിൽ ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അത് നാഗാലാൻഡ് ആണ്. നാഗാലാൻഡ്. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഏത്? ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശമാണ് ഇന്ദിരാ പോയിന്റ്. ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റ് ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത്. അങ്ങനെയെങ്കിലേ ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇല്ലേ, ഉത്തരായന രേഖയ്ക്ക് അടുത്തുള്ള ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റി ഏതാ? കൊൽക്കത്തയാണ്. കൊൽക്കത്ത. അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് അടുത്തുള്ള ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റിയാണ് കൊൽക്കത്ത. ഇനി ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതാണ്? അത് ചെന്നൈ ആയിരുന്നു. മുൻ വർഷങ്ങളിൽ അതിൻ്റെ ഉത്തരം ചെന്നൈ ആണ്. പക്ഷെ ഇപ്പോൾ ബംഗളൂരു ആണ് ഉത്തരം. ബംഗളൂരു. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം ഏതാന്ന് ചോദിച്ചാൽ ബംഗളൂരു ആണ്. ഇവിടെ കൊൽക്കത്ത ഉത്തരം വരുന്ന ചോദ്യം എന്താ? ഉത്തരായന രേഖ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖയ്ക്ക് അടുത്തുള്ള ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റിയാണ് കൊൽക്കത്ത. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ചോദിച്ചാൽ ഇപ്പോൾ ഉള്ള ഉത്തരം എന്താണ്? ബംഗളൂരു ആണ്. ബാംഗ്ലൂരാണ്. അങ്ങനെയെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഇന്ദിരാ പോയിന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമധ്യരേഖയുടെ ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതാ? അത് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. ഈ ഇന്ദിരാ പോയിന്റ് എവിടെയാ? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ. അടുത്ത ചോദ്യം, ജറാവ ആദിമ നിവാസികൾ വസിക്കുന്ന സ്ഥലം ഏത്? ജറാവ ആദിമ നിവാസികൾ വസിക്കുന്ന സ്ഥലം നോർത്ത് സെന്റിനറി ദ്വീപാണ്. നോർത്ത് സെന്റിനറി ദ്വീപ്. ഈ കാർബികൾ എന്ന് പറയുന്ന ആദിമനിവാസികളെ കണ്ടുവരുന്ന സംസ്ഥാനം ഏതാ? അസം. അസം സംസ്ഥാനത്തിലാണ് കാർബികൾ എന്ന വർഗക്കാരെ കണ്ടുവരുന്നത്. കാർബി അസമാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്? ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് മിതാലി രാജ് ആണ്. മിതാലി രാജ്. ഇനി 2020 ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ ബാറ്ററുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ആരാ? വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി. ഇനി 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 13 മത്സരങ്ങൾ വിജയിക്കുന്ന ആദ്യ ക്യാപ്റ്റൻ ആരാണ്? അത് രോഹിത് ശർമ്മയാണ്. തുടർച്ചയായിട്ട് 13 മത്സരങ്ങൾ 2020 രോഹിത് ശർമ്മ. 11ാമത്തെ ചോദ്യം, ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി ആര്? ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടത് കഴ്സൺ പ്രഭു ആണ്. കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടത് കഴ്സൺ പ്രഭു ആണെന്ന് ഓർക്കുക. അപ്പോൾ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ മിന്റോ സെക്കൻഡ്. പിന്നെ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് പ്രഭുവാണ്. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ ആസ്ഥാനം. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം. നീതി ആയോഗിന്റെ ആസ്ഥാനം അറിയപ്പെടുന്ന പേരെന്താ? യോജനാ ഭവൻ. യോജനാ ഭവൻ എന്നാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നീതി ആയോഗിന്റെ സമ്മേളനങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാ? ടീം ഇന്ത്യ മീറ്റിംഗ്. ടീം ഇന്ത്യ മീറ്റിംഗ് എന്ന പേരിലാണ് നീതി ആയോഗിന്റെ സമ്മേളനങ്ങൾ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെ? ഗുജറാത്ത്. ഗുജറാത്തിലെ കെവാഡിയ എന്ന ഗ്രാമത്തിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഏകതാ പ്രതിമ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് ഏകതാ പ്രതിമ. സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ കെവാഡിയ എന്ന ഗ്രാമത്തിൽ. ഈ ഏകതാ പ്രതിമ ഉദ്ഘാടനം ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 2018 ഒക്ടോബർ 31 ഈ ഒരു സ്റ്റാച്യു ഉദ്ഘാടനം ചെയ്തത്. 2018 ഒക്ടോബർ 31. ഈ ഏകതാ പ്രതിമയുടെ പ്രധാന ശില്പി ആരാ? റാം വി സുധർ. റാം വി സുധർ ആണ് ഏകതാ പ്രതിമയുടെ പ്രധാനപ്പെട്ട ശില്പി. അടുത്ത ചോദ്യം, നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏത്? പാലക്കാട് ജില്ലയാണ് നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. 11 ജില്ലകളിലൂടെയാണ് സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകുന്നത്. 3 ജില്ലകളില്ല, പാലക്കാട്, ഇടുക്കി, വയനാട്. പാലക്കാട്, ഇടുക്കി, വയനാട് എന്നിവയാണ് സിൽവർ ലൈൻ കടന്നു പോകാത്ത ജില്ല.
ഒരു സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയാണ് ഏത്? സിൽവർ ലൈൻ. അടുത്ത ചോദ്യം, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നത് എന്ത്? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നത് ദേശീയ പാതാ പദ്ധതിയാണ്. ദേശീയ പാതാ പദ്ധതിയാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നത്. അതായത് സുവർണ ചതുഷ്കോണം എന്നത് ദേശീയ പാതാ പദ്ധതിയാണ്. ഇനി മിഷൻ ഇന്ദ്രധനുഷ് 2.0 എന്ന് വെച്ചാൽ എന്താ? മിഷൻ ഇന്ദ്രധനുഷ് 2.0 എന്ന് വെച്ചാൽ 8 പ്രധാന രോഗങ്ങളെ തടയുന്നതിന് വേണ്ടി രാജ്യവ്യാപകമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രതിരോധ വാക്സിനേഷൻ പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ് 2.0. മിഷൻ ഇന്ദ്രധനുഷ് 2.0 എന്ന് വെച്ചാൽ എന്താ? 8 പ്രധാന രോഗങ്ങളെ തടയുന്നതിന് വേണ്ടി രാജ്യവ്യാപകമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രതിരോധ വാക്സിനേഷൻ പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ് 2.0. ഇനി പ്രോജക്റ്റ് ആര്യ എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? രാജ്യത്തെ യുവജനങ്ങളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ആര്യ. പ്രോജക്റ്റ് ആര്യ. അടുത്ത ചോദ്യം, ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ജസ്വന്ത് സിംഗ്. ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാ? ജസ്വന്ത് സിംഗ് ആണ്. ജസ്വന്ത് സിംഗ്. ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയുടെ ഒരു പുതിയ പുസ്തകം ഉണ്ടല്ലോ, അതേതാ? ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ്. ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് എന്ന പുസ്തകം രചിച്ചത് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയി ആണ്. ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയി. ഇനി അഭിജിത് ബാനർജിയുടെ ഒരു പുസ്തകം ഉണ്ടല്ലോ, ഗുഡ് എക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ്. ഗുഡ് എക്കണോമിക്സ്, എക്കണോമിസ്റ്റ് ആണ് അഭിജിത് ബാനർജി. ഗുഡ് എക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ് എന്ന പുസ്തകം ആരുടേതാ? അഭിജിത് ബാനർജിയുടേതാണ്. എക്കണോമിക്സിൽ നൊബേൽ സമ്മാനം ലഭിച്ച 2ാമത്തെ ഇന്ത്യക്കാരനാണ് അഭിജിത് ബാനർജി. ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാ? അമർത്യ സെൻ ആണ്. അടുത്ത ചോദ്യം, വാഗൻ ട്രാജഡി നടന്ന റെയിൽ റൂട്ട്. വാഗൻ ട്രാജഡി നടന്നത് തിരൂർ പോത്തന്നൂർ റെയിൽ റൂട്ടിലാണ്. തിരൂർ പോത്തന്നൂർ. ഈ വാഗൻ ട്രാജഡി ദുരന്തം നടക്കുമ്പോഴേ തിരുവിതാംകൂറിലെ മഹാരാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. ശ്രീമൂലം തിരുനാൾ. അടുത്ത ചോദ്യം, കടയ്ക്കൽ വിപ്ലവം നയിച്ചത് ആര്? കടയ്ക്കൽ വിപ്ലവം നയിച്ചത് ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ്. ഫ്രാങ്കോ രാഘവൻ പിള്ള. കടയ്ക്കൽ വിപ്ലവം നടന്നത് 1938 സെപ്റ്റംബർ 29-നാണ്. 1938 സെപ്റ്റംബർ 29-നാണ് കടയ്ക്കൽ വിപ്ലവം നടന്നത്. അപ്പോൾ കടയ്ക്കൽ വിപ്ലവം നയിച്ചത് ആരാ? ഫ്രാങ്കോ രാഘവൻ പിള്ള. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുവാണ്. പോയിന്റ്സ് എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുക. കുറേ റെയർ പോയിന്റ്സ് ആണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. എപ്പോഴും ഉള്ള പോയിന്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലായിട്ട് കേൾക്കുന്ന പോയിന്റ്സിൽ നിന്ന് മാറി കുറച്ച് റെയർ പോയിന്റ്സ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.